ഹായ് ഫ്രണ്ട്സ് ഹുഡിനിയുടെ ഒരു പുതിയ പാഠഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹുഡിനിയിലെ ഒരു പ്രൊസീജിയറൽ അനിമേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനൊരു ഗ്രിഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ടാബ് അടിച്ചിട്ട് ഒരു ഗ്രിഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഗ്രിഡ് കാണാൻ സാധിക്കും. ആ ഒരു ഗ്രിഡിൻ്റെ അകത്ത് നമുക്ക് അകത്ത് കയറേണ്ടതായിട്ടുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ആദ്യമേ ബേസ് മുതൽ തന്നെ കിട്ടണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റിൻ്റെ അകത്ത് ഹുഡിനിയുടെ തുടക്കം മുതലുള്ള ട്യൂട്ടോറിയൽസ് ലഭ്യമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ബേസ് മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഗ്രിഡിൻ്റെ അകത്ത് നമുക്ക് റോസ് ആൻഡ് കോളംസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് റോസ് ഞാനൊരു 40 കൊടുത്തു, അതേപോലെ തന്നെ കോളംസിനെയും ഞാനൊരു 40 കൊടുത്തു. അപ്പോൾ നമുക്കൊരു മാറ്റം ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. റോസും കോളംസും മാറിയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് അടുത്തൊരു നോഡിലേക്ക് പോവാം. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിക്കുന്നു, ടാബ് അടിക്കുന്നു, ആട്രിബ്യൂട്ട് എന്നടിച്ചാൽ ആട്രിബ്യൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ നോഡുകളും നമുക്ക് ലഭ്യമാണ്. എല്ലാ ആട്രിബ്യൂട്ടുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള നോഡ്. അപ്പോൾ അതിനെക്കാട്ടി എളുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് നോഡ് എന്ന് അതിൻ്റെ അവസാനത്തെ വേർഡ് വഴി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത്. സോ നോയ്സ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ആട്രിബ്യൂട്ട് നോയ്സ് ഇവിടെ വരും. അപ്പോൾ എനിക്ക് വേണ്ട നോഡ് ഏതായിരുന്നു? ആട്രിബ്യൂട്ട് നോയ്സ് ആയിരുന്നു. സോ അതിൻ്റെ അകത്ത് CD എന്ന് പറഞ്ഞത് ഒരു ലോക്കും കാര്യങ്ങളും എല്ലാം കാണാം. ഞാൻ ആട്രിബ്യൂട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് ഒരു കളർ ടോണ് വന്നതായിട്ട് കാണാം. കണ്ടോ, അപ്പോൾ മിക്സഡ് ഓഫ് കളേഴ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നതായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ആട്രിബ്യൂട്ടുകളൊന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ അകത്ത് താഴെ വരുമ്പോൾ ഇതിൻ്റെ അകത്ത് അനിമേഷൻ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്ചർ അനിമേറ്റ് ആവുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെ നമുക്ക് ട്വീക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ എലമെൻറ്റ് സൈസ് ഉണ്ട്. അത് ഞാൻ 2 ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു വേരിയൻ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്വീക്ക് ചെയ്ത് കണ്ടോ, അതിൻ്റെ വേരിയൻ്റ് നമുക്ക് അറിയാൻ പറ്റും. എലമെൻറ്റ് സൈസ് കുറയ്ക്കും തോറും അത് ടെക്സ്ചർ ഇല്ലാതെയാവും. എലമെൻറ്റ് സൈസിൻ്റെ ഇത് കൂട്ടും തോറും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിനെ ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ ഓഫ്സെറ്റ് ചെയ്യാം. അപ്പോൾ ഓഫ്സെറ്റ് ചെയ്ത് അത് മൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ തൽക്കാലം അതിൻ്റെ അകത്ത് ഓഫ്സെറ്റ് വേണ്ട 0 ആക്കുന്നു, എലമെൻറ്റിന് ഞാൻ 1 ആക്കുന്നു. അതിനുശേഷം ഞാനിതിനെ പ്ലേ ആക്കുന്നു. ഓക്കെ, അതിനെ ഞാൻ ഇതിനെ 0.5 ആക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഞാൻ പ്ലേ ആക്കി കൊടുത്തു കഴിയുമ്പോൾ ഇത് മൂവ് ആവും. 0.2 ആക്കുന്ന സമയത്തും നമുക്കിതിനെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു എലമെൻറ്റ് സൈസ് പ്ലേ ആവുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ 2 ആക്കിയിട്ട് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ അത്രയും ഇത് വരത്തില്ല, മീൻസ് ആ ഒരു ടെക്സ്ചേഴ്സിൻ്റെ ആ ഒരു കൂടുതലുള്ള ടെക്സ്ചേഴ്സ് വരത്തില്ല. പകരം ഈ ഒരു രീതിയിലുള്ള ബേസിക് ടെക്സ്ചറിൻ്റെ ആ ഒരു ഇതായിരിക്കും നമുക്ക് സാധാരണ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നോയ്സ് പാറ്റേൺ ഉണ്ട്. ആ നോയ്സ് പാറ്റേൺ സിംപ്ലെക്സ്, ഫാസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അതെല്ലാം വർക്കൗട്ട് ആവുന്നൊന്നുമില്ല. ഞാൻ ഈ പെർലിയൻ ക്ലൗഡ് കൊടുത്തു നോക്കാം. പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് പെർലിയൻ ഫ്ലോ ഉണ്ട്. ഫ്ലോ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അത് പ്ലേ ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിംപ്ലെക്സ് ക്ലൗഡ് എടുക്കാം. നമുക്കിപ്പോൾ വർക്ക് ചെയ്യുന്ന സിംപ്ലെക്സ് ക്ലൗഡിൽ തന്നെയാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് കണ്ടോ, ആക്ച്വലി ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടുകയല്ല ചെയ്യുന്നത്. അത് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഇതിൻ്റെ അകത്ത് നമുക്ക് ആട്രിബ്യൂട്ടിൻ്റെ നെയിംസ് ഉണ്ട്. ആദ്യം നമുക്കൊന്ന് തിരിച്ചിറങ്ങി നോക്കാം. ഗ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രിഡ് എന്ന് പറഞ്ഞാൽ എന്ത് നോഡാണ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഒരു പോളിഗണൽ നോഡാണ്. അപ്പോൾ നമ്മൾ ആട്രിബ്യൂട്ട് എടുത്തു കഴിയുമ്പോഴും നമ്മൾ ആട്രിബ്യൂട്ട് നെയിം എന്താക്കി കൊടുക്കുക, ആട്രിബ്യൂട്ട് ക്ലാസ് എന്താക്കി കൊടുക്കുക, അതൊരു പ്രിമിറ്റീവ് ആക്കി കൊടുക്കുക. ഇപ്പോൾ നോക്കി ആ ഒരു വ്യത്യാസം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പോയിന്റ് മാറി, വെർട്ടെക്സ് മാറി, പ്രിമിറ്റീവ് മാറി. അപ്പോൾ 3D അറിയാമെന്നുള്ളവർക്കാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു എക്സ്ട്രൂഡ് ഓപ്ഷൻ കൊടുക്കുകയാണ്. EXTRUD എക്സ്ട്രൂഡ്, പോളിഗൺ എക്സ്ട്രൂഡിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് പോളിഗൺ എക്സ്ട്രൂഡ് ആയിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ എക്സ്ട്രൂഷൻ്റെ ഡിസ്റ്റൻസ് ഞാൻ സ്വല്പം ഒന്ന് വലുതാക്കി. ഇപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് എക്സ്ട്രൂഡായി. പക്ഷേ എനിക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ഇൻറ്റു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് കണക്റ്റഡ് കോമ്പോണൻസ് ആണ് ഇപ്പോൾ കിടക്കുന്നത്. അത് ഞാൻ ഇൻഡിവിജ്വൽ കോമ്പോണൻസ് ആക്കി. ഓക്കെ, അതിനുശേഷം ഞാൻ പ്ലേ ചെയ്താൽ ഇത് തന്നെ അനങ്ങുകയാണ്. പക്ഷേ എനിക്ക് ആക്ച്വലി അനങ്ങേണ്ട എന്താണ്, ഇതിൻ്റെ അകത്തുള്ള ഓരോ വെർട്ടെക്സസും അതിൻ്റെ അകത്തിരിക്കുന്ന ഈ ഓരോ ഒരു കട്ടകളായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് അനങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യണം. ആട്രിബ്യൂട്ട് നോയ്സ് എടുക്കുക. ആട്രിബ്യൂട്ട് നോയ്സിൻ്റെ അകത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് പ്രിമിറ്റീവ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡിസ്റ്റൻസ് സ്കെയിൽ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഡിസ്റ്റൻസ് സ്കെയിൽ. ഓക്കെ, അതിപ്പോൾ നമുക്ക് ആട്രിബ്യൂട്ട് ജസ്റ്റ് സ്വല്പം കൂടെ ഒന്ന് മൂവ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ അകത്ത് തന്നെയാണോ ആട്രിബ്യൂട്ട് എന്നുള്ളത്. അല്ല, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
പോളി എക്സ്ട്രൂഡിൻ്റെ അകത്ത് പോകും. അപ്പോൾ പോളി എക്സ്ട്രൂഡിൻ്റെ അകത്ത് ലോക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്താണ് ഡിസ്റ്റൻസ് സ്കെയിൽ. ശ്രദ്ധിക്കണം, നമ്മൾ ആട്രിബ്യൂട്ട് ഇത് കളർ റിലേറ്റഡ് ആയിട്ടുള്ള നോയ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ പോളിഗണൽ എക്സ്ട്രൂഡിൻ്റെ അകത്ത് നമ്മൾ ലോക്കൽ കൺട്രോളിൻ്റെ അകത്ത് ഡിസ്റ്റൻസ് സ്കെയിൽ. അപ്പോൾ ഇപ്പോൾ സ്കെയിൽ വെച്ചാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കെയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമില്ല, പകരം നമുക്ക് സി ഡി എന്ന് കൊടുക്കാം. സി വലുതും ഡി ചെറുതും അങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞ ഒരു കളറും അല്ലെങ്കിൽ അതൊരു വെക്ടറാണ്, അതൊരു RGB വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വെക്ടറാണ്. ഇനി നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു കട്ടകളായിട്ട് നമുക്ക് ഇത് കണ്ടോ ആനിമേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇതൊരു പ്രൊസീജിയറൽ വർക്ക് ഫ്ലോ ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഇവിടെ പോയി കഴിഞ്ഞാൽ ആട്രിബ്യൂട്ട് നോയ്സിൽ പോകാം. നമുക്ക് എന്ത് ചെയ്യാം, ആ നോയ്സിൻ്റെ ടൈപ്പ് നമുക്ക് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് രീതിയിലുള്ള നോയ്സസും ഇങ്ങനെ മൂവ് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. ഏതാണെന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള നോട്ടീസസ് നമുക്ക് നോയ്സസും കാര്യങ്ങളും നമുക്ക് മാറ്റാൻ പറ്റും. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പ്ലേ ആവുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഓരോന്നിനും ഓരോ സ്പീഡൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് തൽക്കാലം നമുക്ക് സിംപ്ലക്സ് മാത്രം നമുക്ക് യൂസ് ചെയ്യാം. പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സിംപ്ലക്സ് ആണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. ഫൈൻ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു ഭാഗം മാത്രം നമുക്കൊരു ബെവൽ കൊണ്ടുവന്ന് നോക്കാം. സോ ഇതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക, സെലക്ട് ചെയ്തിട്ടൊന്ന് മൂവ് ചെയ്യുക. അതിൻ്റെ അകത്ത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് പോളി ബെവൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പോളി ബെവൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പം ഈ ഭാഗം ബെവൽ ആയിട്ടുണ്ട്, പക്ഷേ നമുക്ക് എന്താണ് ബെവൽ നമുക്ക് ഇതിൻ്റെ കാണാൻ പറ്റത്തില്ല. ഡിസ്റ്റൻസ് ഞാനിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ബെവലാവും. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടോപ്പ് പോർഷൻ മാത്രം ബെവൽ ചെയ്താൽ മതി. അതായത് എക്സ്ട്രൂഡ് ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രം എനിക്ക് എന്താണ് അഡ്ജസ്റ്റ് ആയാൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഡിസ്റ്റൻസിന് സ്വല്പം ഒന്ന് മൂവ് ചെയ്തിട്ട് പോളി എക്സ്ട്രൂഡിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ഇതിൻ്റെ ഡിവിഷൻസിന് സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. അതിനുശേഷം എനിക്ക് ആ ഒരു ടോപ്പ് പോർഷൻ മാത്രം എനിക്ക് എന്ത് ചെയ്യണം, ബെവൽ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പോർഷൻ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ബെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പോളി ബെവൽ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുക. ഓക്കെ, പോളി ബെവലിൻ്റെ അകത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതുണ്ടോ ഇതിൻ്റെ അകത്ത് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ പോളി എക്സ്ട്രൂഡിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണ് നമ്മുടെ ആ ഒരു ഡിസ്റ്റൻസിൻ്റെ സ്കെയിലാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തത് ലോക്കലിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രൂഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ഗ്രൂപ്പ് എക്സ്ട്രൂഡ് ചെയ്ത് നോക്കാം. എക്സ്ട്രൂഡ് ഫ്രണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല, പകരം നമുക്ക് ഗ്രൂപ്പിൽ ഇതിനെ കോൾ ചെയ്ത് കൊടുക്കണം. എങ്ങനെ നമുക്ക് കോൾ ചെയ്ത് കൊടുക്കാം, ഈ ഗ്രൂപ്പിൽ കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പോളി ബെവലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്രൂപ്പിൻ്റെ അകത്ത് ഇവിടെ ഒരു ആരോ ഉണ്ട്, ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആരോ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രൂഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ കോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പോളി ബെവൽ ഒന്നും കൂടെ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു കട്ടിന് മുകളിലുള്ള ആ ഭാഗം മാത്രം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഞാൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടോപ്പ് ഭാഗം മാത്രം നമുക്ക് ഇതിൻ്റെ അകത്ത് അനിമേറ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് വേണ്ടാന്ന് വയ്ക്കാം. ഫൈൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്: ഗ്രിഡ്, ആട്രിബ്യൂട്ട് നോയ്സ്, അതുപോലെ പോളിഗൺ എക്സ്ട്രൂഡ്, പോളിഗൺ ബെവൽ. ഞാൻ ഇതിന് പുറത്തിറങ്ങി. അതിനുശേഷം നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ലൈറ്റും കാര്യങ്ങളും എല്ലാം കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രിഡും കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. GRID ഒരു ഗ്രിഡും കൂടെ ക്രിയേറ്റ് ചെയ്തു. ആ ഗ്രിഡിനെ ഞാനിവിടെ എടുത്തു വെച്ചു. ഓക്കെ, ആ ഗ്രിഡ് ഇവിടെ ഉണ്ട്. ആ ഗ്രിഡിനെ നമുക്ക് സ്വല്പം ഒന്ന് വലുതാക്കാം. സോ അകത്ത് കയറുക, അതിനുശേഷം നമുക്ക് വലുതാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് ഇറങ്ങിയിട്ടും, കാരണം ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് ഞാൻ വേറൊരു കാര്യങ്ങളും ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ഇതിനെ ഞാൻ 3 ആക്കിയിട്ട് ഞാനങ്ങ് വലുതാക്കിയ ശേഷം, അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ നമുക്കൊരു 2 ആക്കാം. 2 ആക്കിയതിന് ശേഷം നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്തൊരു കളർ കൊടുക്കണം. ഞാൻ ഇതിനെ രണ്ടിനെയും ക്ലോസ് ചെയ്തു. അതിനുശേഷം കൺട്രോൾ ടി 2 പ്രാവശ്യം കൺട്രോൾ ടി അടിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ഒബ്ജക്റ്റ് മാറ്റിയിട്ട് നമുക്ക് മെറ്റീരിയലിലോട്ട് പോകാം. മെറ്റീരിയലിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു മെറ്റീരിയലിൻ്റെ അകത്ത് കൊടുക്കാം. നമുക്ക് ഷെയ്ഡിങ് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ക്ലാസിക് ഷെയ്ഡർ കൊടുക്കാം. CLASS എന്ന് കൊടുക്കുമ്പോഴേ ക്ലാസിക് ഷെയ്ഡർ ആക്റ്റീവ് ആവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, സർഫസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, അതെല്ലാം നമുക്ക് പിന്നെ നോക്കാം. ഓൾറെഡി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. റഫ്നെസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടാം. അതുപോലെ തന്നെ ബേസ് കളറ് നമുക്ക് ഏതെങ്കിലും ഒരു ഒരു ലൈറ്റ് കളറിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ ഓക്കെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് വരണം. അത് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിറങ്ങുക. ഏതിൻ്റെ അകത്താണ് ഈ ടെക്സ്ചർ കൊടുക്കേണ്ടത്? ഗ്രിഡ് 2ൻ്റെ അകത്ത് റെൻഡറിൻ്റെ അകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കുക, ക്ലാസിക് ഷെയ്ഡർ കൊടുക്കുക. ദെൻ
അക്സെപ്റ്റ് കൊടുക്കുക. ഇപ്പം നമ്മൾ ആ ഒരു ഏരിയക്കകത്ത് എന്ത് കിട്ടി, നമ്മുടെ ഒരു ടെക്സ്ചർ ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ക്യാമറ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ക്യാമറ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ സെയിം മെറ്റീരിയൽസ് നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എങ്ങനെ അപ്ലൈ ചെയ്യാം? ഈ ഗ്രിഡ് 1ൻ്റെ അകത്ത് കയറിയിട്ടും സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഗ്രിഡ് 1ൻ്റെ അകത്ത് റെൻഡറിൻ്റെ അകത്ത് ഇത് കോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ ക്ലാസിക് മെറ്റീരിയൽ തന്നെ ഇതും കൂടെ വരും. പക്ഷേ അത് വൃത്തികേടാണ്, അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, അതിനെ റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, റിമൂവ് ചെയ്ത് കളഞ്ഞാൽ പഴയ പോലെ തന്നെ വരും, കാരണം കളേഴ്സ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. അതിനുശേഷം ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ലൈറ്റ് കൊടുക്കുകയാണ്, LIGHT ഫോർ ലൈറ്റ്. ലൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ലൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി നമുക്കിവിടെ അവൈലബിൾ ആണ്. ലൈറ്റിൻ്റെ ട്രാൻസ്ഫോം ഉണ്ട്, നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. മൂവ് ചെയ്തിട്ട് ലൈറ്റ് എത്ര മുകളിൽ വെക്കണം ആ രീതിയിലേക്ക് നമുക്ക് ലൈറ്റിനെ കൊണ്ടുവരാം. ലൈറ്റ് സെലക്ട് ചെയ്യാം, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് സ്വല്പം ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കാം. അതിന് ഇത് ഷാഡോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഷാഡോ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ലൈറ്റും ഷാഡോ നമ്മൾ റെൻഡറിങ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേ ട്രേസ് ടു ഷാഡോസ് ആണ് നമ്മൾ റെൻഡറിങ് ടൈപ്പ്. റേ ട്രേസ് ടു ഷാഡോസ് ആണ് നമ്മൾ നോ ഷാഡോ കൊടുത്താൽ നോ ഷാഡോ, റേ ട്രേസ് ടു ടൈപ്പാണ് ഇത് വരുന്നത്. അതേപോലെ കളർ ഏതെങ്കിലും കളറിലാണ് റെൻഡർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കളറിലേക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റെൻഡർ ചെയ്ത് കൊടുക്കാം. മൂവ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് റെൻഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കുക. ഓക്കെ, ലൈറ്റും ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്യാമറ ക്രിയേറ്റ് ചെയ്യാം. ക്യാമറ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിത് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ക്യാമറയാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നത്. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ക്യാമറ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ക്യാമറ ഒരു വട്ടം ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഇത് മൂവ് ആവത്തില്ല. പക്ഷേ നമ്മൾ സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമുക്ക് ആ പെർസ്പെക്റ്റീവിനെ വീണ്ടും മൂവ് ചെയ്യാം. പക്ഷേ ക്യാമറ ഇവിടെ ലോക്ക് ആയിരിക്കും. ഓക്കെ, ഞാനിവിടെ ഇങ്ങനെ കൊണ്ടുവച്ചു. നമുക്കിതിൻ്റെ ഒരു ഫ്രെയിം റെൻഡർ ഔട്ട് എടുത്ത് നോക്കാം. ഫുൾ ഫ്രെയിം നോക്കുന്നില്ല, ഒറ്റ ഫ്രെയിം റെൻഡർ ഔട്ട്. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് നമുക്ക് ഒറ്റ ഫ്രെയിം റെൻഡർ ഔട്ട് എടുത്ത് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും അനിമേഷൻസ് ഇനിയും ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ ഗ്രിഡ് ഉണ്ട്, നമ്മളെ ഫസ്റ്റ് ഗ്രിഡ് ഉണ്ട്. ഗ്രിഡിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും അനിമേഷൻ ഉണ്ടെങ്കിൽ പോളി എക്സ്ട്രൂഡിൽ പോവുക. പോളി എക്സ്ട്രൂഡിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും അനിമേഷൻസ് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ട്വിസ്റ്റോ ഡിവിഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർട്ടിക്കുലർ അനിമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പോളി ബെവലിലാണെന്നുണ്ടെങ്കിൽ ബെവലിൽ ചെയ്യാം. ഏതിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്തൊരു അനിമേഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ അനിമേഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതിൻ്റെ അകത്തുള്ള പോളി എക്സ്ട്രൂഡിൻ്റെ അകത്തുള്ള അനിമേഷൻസ് ആണ്. അതിൻ്റെ ഡിസ്റ്റൻസും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കീ ഫ്രെയിം ഇടാം. ആക്ച്വലി ഇതിവിടെ ഇരിക്കുകയാണ്. റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിംസ്, സെറ്റ് കീ ഫ്രെയിം. ഒരു കീ ഫ്രെയിം വീണു, മൂവ് ചെയ്തു. 24ാമത്തെ അത്രയും പോകണ്ട, അല്ലെങ്കിൽ ഒരു 10 ഫ്രെയിം ആയപ്പോൾ റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിംസ്, സെറ്റ് കീ ഫ്രെയിം, ഞാൻ സ്വല്പം അതിനങ്ങോട്ട് മൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലേ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മൂവ് ആവുന്നുണ്ട്. ഇനി സ്വല്പം കൂടെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിം, സെറ്റ് കീ ഫ്രെയിം. ഒന്നെന്നുള്ളത് ഞാനൊരു 4 ആക്കി. ശ്രദ്ധിക്കുക, 4 ആക്കണം. ഓക്കെ, 4. പക്ഷേ ഇതല്ല ആക്ച്വലി ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇതാ ഇങ്ങനെ പോകുന്നുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് താഴെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കീ ഫ്രെയിം, സെറ്റ് കീ ഫ്രെയിം. ഇതിനെ ഞാൻ താഴേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ഇതിനെ പുറത്തിറങ്ങിയിട്ട് പ്ലേ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ ഔട്ട്പുട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്ലേ ചെയ്യുമ്പോൾ അതിങ്ങനെ മുകളിലോട്ട് വന്നു, അതുപോലെ തന്നെ താഴേക്ക് വന്നു. ഈ സ്ഥലത്തൊന്നും ലൈറ്റ് ഇല്ല, അതുകൊണ്ടാണ് അത് നമുക്ക് കാണാൻ സാധിക്കാത്തത്. നമ്മളിപ്പോൾ ക്യാമറ വ്യൂവിൽ തന്നെയാണ്. പുതിയ ക്യാമറ വേണമെങ്കിൽ പുതിയ ക്യാമറ ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പം നിൽക്കുന്ന ക്യാമറ ആണെങ്കിൽ ഈ ഒരു ക്യാമറയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ആവില്ല, കാരണം ക്യാമറ ലോക്ക്ഡ് ആണ്. ലോക്ക് മാറ്റി കഴിഞ്ഞാൽ ക്യാമറയെ നമുക്ക് മൂവ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്യാമറയെ നമുക്ക് ട്വീക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ ക്യാമറ സെലക്റ്റഡ് ആയിരിക്കണം എപ്പോഴും. ഓക്കെ, സെലക്ട് ക്യാമറ. ഇങ്ങനെ സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാമറ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഞാനിപ്പം എനിക്ക് ഇതിൻ്റെ ഒരു ഔട്ടാണ് എനിക്ക് വേണ്ടത്. സ്വല്പം കൂടെ ഒന്ന് പാൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വയ്ക്കുന്നു. അതിനുശേഷം റെൻഡർ വ്യൂക്കകത്ത് പോവുക, ജസ്റ്റ് റെൻഡർ ചെയ്യുക. കുറച്ച് ടൈം എടുക്കും. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആ ഒരു അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു റെൻഡർ രീതിയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ റെൻഡർ ചെയ്തതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഇതേപോലത്തെ പ്രൊസീജിയറൽ അനിമേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ഒരു ബിൽഡിങ്സ് വരുന്നത്, അല്ലെങ്കിൽ കാറ് വേറൊരു മെറ്റീരിയലായിട്ട് മാറുന്നത്, മീൻസ് കാറിൻ്റെ ഒരു റോബോട്ടായിട്ട് മാറുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. സോ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഹുഡിനി ട്യൂട്ടോറിയൽസുമായിട്ട് നമുക്ക് കാണാം. Until then, goodbye.